ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിന്നൊരു ചെറിയൊരു ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. സ്ഥലം എന്ന് പറയുമ്പോഴേക്കേ നമ്മളെ ശിവകാശിയിലോട്ടാണ്. അപ്പോൾ നമ്മൾ ശിവകാശിയിലോട്ട് എന്തിനു പോകണേ? പടക്കം. അപ്പോൾ നമ്മൾ പടക്കം തേടിയുള്ള ഒരു യാത്രയാണ്. അപ്പം ശിവകാശിയിൽ ഭയങ്കര വിലക്കുറവാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയണത്. അപ്പോൾ ശിവകാശി പോയല്ലോ പോവാം. അപ്പോൾ നമ്മൾ ശിവകാശി പോകാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ്സിൽ നമ്മൾ കയറി. ഇപ്പോൾ നാഗർകോവിലിന് അടുത്തായിട്ട് ഒരു അടിപൊളി സ്ഥലം കേട്ടോ. അടിപൊളി സ്ഥലം എന്ന് പറയുമ്പോഴേക്കും ദേവിനെ ആ മലയിൽ നിന്നുള്ള പുകയൊക്കെ പറഞ്ഞു അല്ലേ, അവിടെ ആരെ തീയിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളപ്പം അല്ല അവിടെ പുകയാണ്, അതാണ് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയത്. അപ്പോൾ നമ്മളിപ്പോൾ നാഗർകോവിൽ എന്നുള്ള ഒരു സ്റ്റോപ്പിൽ ഇപ്പോൾ നിൽക്കുകയാണ്. ഇവിടെ ട്രെയിൻ പിടിച്ചിട്ടേക്കാണ് അല്ലേ? കുറേ സമയം എടുക്കുമല്ലേ? അപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ പിന്നെ ട്രെയിനിൻ്റെ വിവിനിത ട്രെയിനിനെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. പിടിച്ചാൽ നിൽക്കുമോ വിവിനത്? വിവിൻ അങ്ങനെ ട്രെയിനിനൊക്കെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അടിപൊളി സ്ഥലമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിട്ടുന്ന സ്ഥലമല്ലേ വിവിനെ? സൂപ്പർ സ്ഥലം. അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വയലേലകളും മലനിരകളും പിന്നെ രാവിലത്തെ ആ ഒരു വൈബ് ഉണ്ടല്ലോ. അത് പിന്നെ മോർണിംഗ് വൈബ് എന്ന് പറയണത് അത് പറഞ്ഞാൽ പറ്റൂല, കണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മുടെ ഉണ്ണി ഐസ്ക്രീം ബ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓക്കെ, നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ നാഗർകോവിലെത്തി. നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ട്രെയിൻ എടുക്കുമ്പോഴേക്കും നമ്മൾ ട്രെയിനിലോട്ട് കയറും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങി ചുമ്മാ ഇങ്ങനെ ഒന്ന് വൈബൊക്കെ കണ്ട് നിൽക്കുകയാണ്. നമ്മൾ ട്രെയിൻ എടുക്കുമ്പോഴേക്കും കയറും. ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ ട്രെയിനിനകത്ത് ഇരുന്നിരുന്ന് ഒരു ഭയങ്കര ബോറടി തുടങ്ങി. അങ്ങനെ നമ്മളിപ്പോഴേ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ നമ്മളെ പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങി. ഈ ട്രെയിൻ ഇത്തിരി നീളം കൂടുതലാണെന്ന് തോന്നുന്നു. കുറച്ച് അല്ലേ? കുറച്ച് നീളം കൂടുതലാണെന്ന് തോന്നുന്നു. പ്ലാറ്റ്ഫോമിലും അങ്ങനെ അങ്ങ് കിടക്കുകയാണ് പ്ലാറ്റ്ഫോം. അപ്പം നമ്മൾ ട്രെയിനിൻ്റെ ഏറ്റവും ബാക്ക് സൈഡാണ്, ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. നമ്മളിങ്ങനെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ്. ടിക്കറ്റൊന്നും അങ്ങനെ ബുക്ക് ചെയ്തിട്ടല്ല എടുത്തത്. റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തതാണ്. അപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ്, നമ്മൾ ഏറ്റവും ബാക്ക് സൈഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഇവിടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. അപ്പോൾ ട്രെയിൻ എനിക്ക് തോന്നുന്നു വേറെ ട്രെയിൻ വരാനുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് സമയമെടുക്കും. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ തിരക്ക് കുറവാണെന്ന് തോന്നുന്നു അല്ലേ പിന്നെ? അല്ലേ, തിരക്ക് കുറവാണെന്ന് തോന്നല്ലേ? അപ്പോൾ രാവിലെ ആണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇന്നെന്തോ ഒരു മഴ മങ്ങലൊക്കെ ഉണ്ട്. ട്രെയിൻ വീണ്ടും നേരത്തെ നിർത്തിയത് നാഗർകോവിൽ ടൗൺ എന്ന് പറയുന്ന സ്റ്റേഷനാണ്. ഇപ്പോൾ അടുത്തിനി മെയിൻ നാഗർകോവിൽ സ്റ്റേഷനിലോട്ട് എത്താൻ പോകുന്നു. അതിന് മുമ്പായിട്ട് വീണ്ടും അവിടെ ചേട്ടാ ഇഡ്ഡലിയും പൊങ്ങലൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ നാഗർകോവിൽ ഇനി എത്താൻ പോകുന്നത് മെയിൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. അപ്പോൾ അതിന് മുമ്പ് വീണ്ടും ട്രെയിൻ പിടിച്ചിട്ടേക്കാണ്. ഇത് ഇവിടെയാണെങ്കിൽ നമ്മൾ കാണാനായിട്ട് കഴിയും. മാമന്മാരൊക്കെ നമ്മളെ വയലിൽ രാവിലെ പണിയെടുക്കാനായിട്ടൊക്കെ തുടങ്ങി. ഇതിന് ചുറ്റും ഫുള്ള് നല്ല വയലേലകളാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അല്ലേ വിവരം? നല്ല രസമല്ലേ? സൂപ്പർ. അപ്പോൾ ട്രെയിനിൽ പിന്നെ ഇന്ന് ഭയങ്കര ആൾ കുറവാണ്. അതായത് നമ്മളെ സീറ്റൊക്കെ മുന്നിലൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇവിടെ മോനാണെങ്കിൽ നല്ല കിടന്ന് ട്രെയിനിലൊക്കെ തൂങ്ങി കയറുന്ന കളിക്കുകയാണ്. ട്രെയിനിൽ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കണ്ടോ ഇത് ട്രെയിനിൻ്റെ മുകളിലോട്ടൊക്കെ കയറുകയാണ്. ഇത് എവിടെ കയറുകയാണോ? അപ്പോൾ അങ്ങനെ ട്രെയിനിലൊക്കെ ഇന്ന് നല്ല തിരക്ക് കുറവാണ്. സാധാരണ ട്രെയിനിലൊക്കെ ഭയങ്കര തിരക്കാണല്ലേ എപ്പോഴും? അപ്പോൾ ഇന്ന് ഭയങ്കര തിരക്ക് കുറവാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മൾ വരുന്നോണ്ടാറ്റാണോ എന്നറിയില്ല. അപ്പോഴേക്കും ഒരു ചേട്ടൻ ഇതൊരു വെള്ളവും കൊണ്ട് കയറുകയാണ് നമ്മളെ കപ്പാളിൽ. നമുക്കൊരു വെള്ളം വാങ്ങിയല്ലോ. വേണ്ടല്ലേ? അപ്പോൾ വേണ്ട ചേട്ടാ. അപ്പോൾ അങ്ങനെ ഇന്ന് ഭയങ്കര സ്ലോ ആണ് ട്രെയിൻ. ഭയങ്കര ഡിലേ ആണ്. അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും നാഗർകോവിൽ മെയിൻ സ്റ്റേഷൻ എത്താറായിട്ടില്ല. അപ്പോൾ വീണ്ടും നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് കൊണ്ട് ഒരു മനസ്സിനൊരു ആശ്വാസമുണ്ട്. അപ്പോൾ
നമ്മൾ പിന്നെ എന്തായിരുന്നാലും രാവിലെ 2 ഇതൊക്കെ വാങ്ങി. ഇഡ്ഡലിയും പിന്നെ എന്തുകൊണ്ട് ഇഡ്ഡലിയുണ്ട്, ഉഴുന്നുവടയുണ്ട്. 3 ഇഡ്ഡലിയുണ്ട് കേട്ടോ. 3 ഇഡ്ഡലിയും 1 ഉഴുന്നുവട, പിന്നെ കറി. ഇതിൽ കറിയാണ്, കറി ചമ്മന്തിയാണെന്ന് തോന്നുന്നു. ഞാൻ 2 വാങ്ങി. 1 എനിക്കും 1 നമ്മളാ വിപിന്. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വിപിനെ കാണിക്കാനും പറ്റില്ല. ഇതിൽ എന്തോന്ന് കറിയെന്ന് നോക്കാൻ വേണ്ടി. സാമ്പാറായിരിക്കും. സാമ്പാർ ചമ്മന്തി ആയിരിക്കും. അയ്യോ, ഇത് ചമ്മന്തി. മൊത്തം മുളകാണല്ലോ വിപിന്. കഴിച്ചു നോക്കിയല്ലേ? പിന്നെ അത് മുളകൊന്നും അരഞ്ഞിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇഡ്ഡലി മുഴുവൻ കഴിച്ചിട്ട് ബാക്കി നോക്കാം. ഓക്കെ. കാറ്റാടി പാടങ്ങളിലൂടെ നല്ല രസമുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും കാറ്റടി. ഞാൻ നോക്കി ഒരു 10,000 കാറ്റാടി വരും. അങ്ങനെ ഇപ്പം നമ്മൾ നാഗർകോവിൽ ഒക്കെ കഴിഞ്ഞ് ചില കാറ്റാടി അടിപൊളി, നല്ല ശരിക്കും ഉണ്ട് കേട്ടോ. ശരിക്കും നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സാത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടുന്ന് ബസ്സിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പം ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും ബസ് സ്റ്റോപ്പുണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ട് നമ്മളെവിടെ പോകണതിന് ശിവകാശി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ശിവകാശിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര വെയിൽ, അറിയാൻ പറ്റും. വെയിലെന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ലാത്ത വെയിൽ, നോക്കാൻ പറ്റാത്ത വെയിൽ. അങ്ങനെ ഭയങ്കര വെയിലാണ്, തീ പോലെയാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മളിതാ അതിൻ്റെ സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ സാത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ശിവകാശി ബസ്സിലോട്ട് കയറി. അപ്പോൾ നമ്മളങ്ങനെ ശിവകാശി ബസ്സിലിരിക്കുകയാണ്. ഭയങ്കര ചൂടാണ് ഇവിടെ, നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ സാത്തൂർ ഇറങ്ങിയിട്ട് ശിവകാശി പോകണം. അപ്പോൾ സാത്തൂർ ഇറങ്ങിയിട്ട് നമ്മൾ ശിവകാശി ബസ് ഇവിടെ നിന്നൊരു 20 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമ്മളങ്ങനെ ശിവകാശിയിലോട്ട് പോവുകയാണ്. അപ്പോൾ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണിക്കാം. ഇവിടെയൊക്കെ അത്യാവശ്യം വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ ഭയങ്കര ചൂടാണ്, നല്ല ചൂടാണ്. പിന്നെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 15 രൂപയാണ് നമ്മുടെ സാത്തൂരിൽ നിന്ന് ശിവകാശിയിലോട്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ബസ്സുണ്ട്, എപ്പോഴും ബസ്സുണ്ട്. നമ്മുടെ സാത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ശിവകാശിയിലോട്ട് എപ്പോഴും ബസ്സുണ്ട്. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റോപ്പും തമ്മിൽ വളരെ അടുത്താണ്, കുറച്ച് ദൂരമേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മുടെ പറയപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ
ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം പടക്കം 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 ഏറ്റവും കൂടുതൽ, അതായത് 70% ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ഇതിൻ്റെ ഫാക്ടറികളുണ്ട്, നമ്മുടെ പടക്കം കമ്പനികളല്ലേ. പടക്കം പ്രിന്റിങ്ങിൻ്റെ സ്ഥാപനമാണ്. ആ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രിൻറ്റിങ്ങിൻ്റെ ഒരുപാട് ഇതുണ്ട്. പ്രിന്റിങ്ങിൻ്റെ ഒരു ഹബ്ബാണ്. പ്രിൻറ്റിങ്ങിൻ്റെ ഒരു ഹബ്ബ് തന്നെയാണ് നമ്മളെ ശിവകാശി. പിന്നെ ഇഷ്ടംപോലെ മലയാളികൾ ഇവിടെ വന്ന് മലയാളികൾ ഇഷ്ടംപോലെ പേര് വന്ന് ഇവിടെ വന്ന് പ്രിൻ്റ് ചെയ്ത് പോകും. പിന്നെ നല്ല രസമുണ്ട്. പിന്നെ ഭയങ്കര വെയിലാണ്. വെയിലെന്ന് പറയുമ്പം സഹിക്കാൻ പറ്റും. നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറമാണ്. ഇവിടെ ഇപ്പം 41 37 ഡിഗ്രിയോളം ഇപ്പോൾ ഇവിടെ ചൂടുണ്ട്. ഗൂഗിളിൽ 41 ഡിഗ്രി കാണുന്നല്ലേ. അപ്പോൾ ഇവിടെ 41 ഡിഗ്രി ചൂടുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ ബസ്സിലിരിക്കുമ്പോൾ വലിയ ചൂടൊന്നും പ്രശ്നമില്ല. അപ്പോൾ നമ്മളങ്ങനെ ബസ്സിൽ ഇരിക്കുകയാണ്. ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ലല്ലേ. ഇല്ല, വെയിലാണെന്ന് തോന്നുന്നു. ഇല്ല, വെയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നില്ലേ ആൾ കുറവ്. അതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ബസ്സിലിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും നമ്മൾ ശിവകാശി എത്തും. ഓക്കെ, അങ്ങനെ നമുക്ക് ശിവകാശി പടക്കക്കടയിലോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ ശിവകാശി ബസ് സ്റ്റാൻഡിലെത്തി. ഇതാണ് ബസ് സ്റ്റാൻഡ്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് പിന്നെ ഒരു ഹോട്ടൽ അന്വേഷിച്ച് നമ്മൾ നടക്കുകയാണ്. അപ്പോൾ ആദ്യം എന്തെങ്കിലും ഒന്ന് കഴിക്കണം. കഴിച്ചതിന് ശേഷം നമുക്ക് ഇവിടുത്തെ പടക്കക്കട തേടിയുള്ള ഒരു അടുത്ത യാത്രയാണ്. കണ്ണ് തുറക്കാൻ പറ്റാത്ത വെയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇതിൽ തണലുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ കുറച്ച് നേരം നിൽക്കാം. അപ്പോൾ നമ്മളങ്ങനെ ശിവകാശി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. ഇതിൽ തണലുള്ളതുകൊണ്ട് ഒരു നല്ലൊരു എന്തോ ഒരു മരത്തിൻ്റെ മുകളിലൂടെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. കഴിച്ചതിന് ശേഷം നമ്മൾ അടുത്ത് പടക്കക്കടയിലോട്ട്.